വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യമഞ്ജരിയിലെ കവിതയായിരുന്നു എൻ്റെ ഭാഷ. മലയാള ഭാഷയെ ഏറെ സ്നേഹിക്കുന്ന കവി പെറ്റമ്മയായാണ് മലയാളത്തെ വിശേഷിപ്പിക്കുന്നത്. മിണ്ടിത്തുടങ്ങാൻ തുടങ്ങുന്ന കുട്ടിയുടെ പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമാണ് സമ്മേളിക്കുന്നത് എന്ന്. ഇത്രയുമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാക്കി ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം. ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ആദിമകാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീനയെന്നാർ പറയും. കൊണ്ടാടി നാനാം വിചിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വായ്പിക്കായിൽ കേരളത്തിനീരുൾക്കുണ്ടിൽ നിന്നൊന്നു കേറാൻ പിടിക്കയറെന്തു വേറെ. എപ്പോൾ വരേക്കുമില്ലേവർ തൻ ഭാഷയ്ക്കു കേൾപ്പും പരപ്പും നടപ്പുമൊന്നും. അപ്പോൾ വരേക്കവരാരാവതില്ലാത്തവരപ്രവുല്ലാശയർ അപ്രശസ്തർ. വിൺമൊഴിയാം മഹാറാണിയൻ ഭാഷയ്ക്കു നന്മ പുലർത്തുന്ന തോഴി പണ്ടേ പോരെങ്കിൽ ദീപാന്തരങ്ങളിൽ നിന്നുമൊട്ടേറെ വിദ്യാധനം നേടിയോരായി. എത്ര പേരിൽ ഇന്നു നന്മക്കളെന്നിട്ടുമത്ര ഭവതി ദരിദ്രയെന്നോ. എത്ര പേരിൽ ഇന്നു നന്മക്കൾ എന്നിട്ടുമത്ര ഭവതി ദരിദ്രയെന്നോ. ഇത്രയും നമുക്ക് നോക്കാവുന്ന ഏതു വേദമായാലും ശാസ്ത്രമായാലും ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം. ഏതു വേദമായാലും ശാസ്ത്രമായാലും കാവ്യമായാലും അതൊരാൾക്ക് മനസ്സിൽ ആഴത്തിൽ പതിയണമെങ്കിൽ സ്വന്തം മാതൃഭാഷയിലൂടെ തന്നെ അത് കേൾക്കണം എന്നാണ് കവി പറയുന്നത്. സ്വന്തം ഭാഷയുടെ സ്വഭാഷ ഹൃദ്യമാണ് എന്നാണ്. സ്വഭാഷയുടെ ഓരോ ശീകരവും ശീകരം തേൻതുള്ളികൾ, ജലകണികകൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. ഏതു വേദമായാലും ശാസ്ത്രമായാലും കാവ്യമായാലും ഏതൊരാൾക്കും മനസ്സിൽ ആഴത്തിൽ പതിയണമെങ്കിൽ അത് സ്വന്തം ഭാഷയിലൂടെ തന്നെ കേൾക്കണമെന്നാണ് കവി പറയുന്നത്. സ്വന്തം ഭാഷയുടെ തുള്ളികൾ, ജലകണികകൾ ഓരോന്നും ഹൃദയത്തിൽ തേൻതുള്ളികൾ പോലെ എന്ത് ചെയ്യണം? ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. ചിത്തതാര് മനസ്സിൽ എന്താണ്? ഹൃദയത്തിൽ തേൻതുള്ളികൾ പോലെ ലയിച്ചു ചേരണം എന്നാണ്. സ്വന്തം ഭാഷയുടെ ഓരോരോ തുള്ളികൾ, ശീകരങ്ങളും ഹൃദയത്തിൽ തേൻതുള്ളികൾ പോലെ ലയിച്ചു ചേരണം. അതാണ് കവി ഇങ്ങനെ പറയുന്നത്. ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അടുത്ത വരി നോക്കൂ. അന്യബിന്ദുക്കൾ അന്യഭാഷയിലെ വാക്കുകളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ
അന്യഭാഷയിലെ വാക്കുകളാവട്ടെ ഹൃദയത്തിന് പുറത്ത് തിളങ്ങി നിൽക്കുന്ന മനോഹരങ്ങളായിട്ടുള്ള മുത്തുകൾ മാത്രമാണ്. മറ്റ് ഭാഷകളെ കവി നിരാകരിക്കുന്നില്ല. മറ്റ് ഭാഷകളുടെ മഹത്വത്തെ കവി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മറ്റു ഭാഷകൾ മാതൃഭാഷയെ കൂടുതൽ തിളക്കമുള്ളതാക്കി തീർക്കുന്ന മുത്തുകൾ മാത്രമാണ്. അപ്പം സ്വന്തം ഭാഷയിലൂടെയാണ് മറ്റു ഭാഷകളെയും മനസ്സിലാക്കേണ്ടത് എന്നാണ് കവി പറഞ്ഞതിൻ്റെ ഒരു ആശയം. അടുത്ത നോക്കുക. ആദിമകാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളും ഉപനിഷത്തും. ആദിമകാവ്യവും, ആദിമകാവ്യം, ആദികാവ്യം ഏതാണ്? രാമായണം. വാൽമീകിയാൽ വിരചിതമായിട്ടുള്ള, വാൽമീകി എഴുതിയ നമ്മുടെ ഇതിഹാസമായിട്ടുള്ള ആദികാവ്യം. അപ്പോൾ ആദികാവ്യവും പഞ്ചമവേദവും, പഞ്ചമവേദം എന്നറിയപ്പെടുന്നത്, അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ്. അപ്പോൾ രാമായണവും മഹാഭാരതവും നീതിപ്പൊരുളും, നീതിപ്പൊരുള് നീതി സംഹിത, ആ നീതിപ്പൊരുളും പിന്നെ ഉപനിഷത്തും, ഉപനിഷത്ത് എന്ന് പറയുന്നത് മനുഷ്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ആദിമകാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളും ഉപനിഷത്തും പാടിസ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീനയെന്നാർ പറയും. ആദികാവ്യവുമായ രാമായണവും പഞ്ചമവേദം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാഭാരതവും നീതിപ്പൊരുളും ഉപനിഷത്തും സ്വന്തം ആളുകളെ പാടിക്കേൾപ്പിച്ച മലയാള ഭാഷ സാമർഥ്യമില്ലാത്തതാണെന്ന് ആർക്കാണ് പറയാൻ കഴിയുക എന്നാണ് കവി ചോദിക്കുന്നത്. പാടിസ്വകീയരെ കേൾപ്പിച്ച കൈരളി, കൈരളി മലയാള ഭാഷ, പാടവഹീനയെന്നാർ പറയും. അപ്പം ആദികാവ്യമായ വാൽമീകി രാമായണവും പഞ്ചമവേദം എന്നറിയപ്പെടുന്ന മഹാഭാരതവും നീതിപ്പൊരുളായിട്ടുള്ള ചാണക്യസൂത്രവും വേദത്തിൻ്റെ ജ്ഞാനകാണ്ഡമായിട്ടുള്ള ഉപനിഷത്തുക്കളും പാടി മലയാളികളെ കേൾപ്പിച്ച മലയാള ഭാഷ സാമർഥ്യമില്ലാത്തതാണെന്ന് ആർക്കാണ് പറയാൻ കഴിയുക എന്ന് കവി ചോദിക്കുന്നുണ്ട്. അടുത്ത നോക്കൂ. കൊണ്ടാടി നാനാവിചിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വായ്പിക്കായിൽ. കൊണ്ടാടി നാനാ വിചിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വായ്പിക്കായിൽ. കൊണ്ടാടി, എന്താണ് കൊണ്ടാടി? ഇങ്ങനെ പലതരത്തിലുള്ള നാനാ വിചിന്തന തന്തുക്കൾ, തന്തു എന്ന് പറഞ്ഞാൽ നാര്, ഇഴകൾ എന്നൊക്കെ പറയാം. അപ്പോൾ നാനാ വിചിന്തനങ്ങളാവുന്ന നാനാതരത്തിലുള്ള ബുദ്ധിപൂർവമായ ചിന്തകൾ കൊണ്ട് സ്വന്തം ഭാഷയെ വളർത്താതിരുന്നാൽ, വായ്പിക്കായെങ്കിൽ വളർത്താതിരുന്നാൽ, കൊണ്ടാടി നാനാ വിചിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വായ്പിക്കായെങ്കിൽ കേരളത്തിൻ നീരുൾക്കൊണ്ടിൽ നിന്നൊന്നു കേറാൻ പിടിക്കയറെന്തു വേറെ. അപ്പം പലവിധത്തിലുള്ള ചിന്തകളാകുന്ന ഇഴകൾ കൊണ്ട് സ്വന്തം ഭാഷയെ, മാതൃഭാഷയെ വളർത്താതിരുന്നാൽ കേരളത്തിന് അജ്ഞതയാവുന്ന ഇരുൾക്കുണ്ടിൽ നിന്ന് പിടിച്ചു കയറാൻ മറ്റൊരു പിടിവള്ളി എന്താണുള്ളത്? സ്വന്തം ഭാഷയല്ലാതെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മെ നയിക്കാൻ വേറെ എന്താണ് നമുക്കുള്ളത് എന്നാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കണം. കൊണ്ടാടി നാനാ വിചിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വായ്പിക്കായിൽ കേരളത്തിന്നീ ഇരുൾക്കുണ്ടിൽ നിന്നൊന്നു കേറാൻ പിടിക്കയറെന്തു വേറെ. അപ്പോൾ അജ്ഞതയുടെ ലോകത്തു നിന്ന് ജ്ഞാനത്തിൻ്റെ, പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് കയറിപ്പോകാൻ നമുക്ക് ആകെയുള്ള പിടിക്കയറായിട്ടുള്ളത് മലയാള ഭാഷയാണ്, നമ്മുടെ മാതൃഭാഷയാണ് എന്ന് കവി ഉറപ്പിച്ച് പറയുകയാണ്. എപ്പോൾ വരയ്ക്കുമില്ലേവർ തൻ ഭാഷയ്ക്കു കേൾപ്പും പരപ്പും നടപ്പുമൊന്നും. എപ്പോൾ വരയ്ക്കുമില്ലേവർ തൻ ഭാഷയ്ക്കു കേൾപ്പും പരപ്പും നടപ്പുമൊന്നും. ഏതുവരെ ഭാഷയ്ക്ക് ശക്തിയും പരപ്പും നിലനിൽപ്പും ഇല്ലാതാകുന്നുവോ അപ്പോൾ വരെ
അതാരുടെ ഭാഷയാണോ അവർ ഒന്നിനും കൊള്ളാത്തവരും വികസിക്കാത്തവരും അപ്രശസ്തരുമായിരിക്കും എന്ന് കവി ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എപ്പോൾ വരേക്കുമില്ലേവർതൻ ഭാഷയ്ക്കു കെൽപ്പും പരപ്പും നടപ്പുമൊന്നും. എപ്പോൾ വരേക്കാണോ ഒരാളുടെ ഭാഷയ്ക്ക് കെൽപ്പ്, ശക്തി, പരപ്പ്, അതിൻ്റെ വളർച്ച ഇതൊന്നുമില്ലെങ്കിൽ അപ്പോൾ വരേക്കവരാരാവതില്ലാത്തവരപ്രഫുല്ലാശയരപ്രശസ്തർ. അവരെന്താണ്? അപ്രഫുല്ലമാണ്. എന്താണ് അപ്രഫുല്ലം? വികസനമില്ലാത്തവര്, പരിഷ്കാരമില്ലാത്തവര്. അപ്പോൾ എന്താണ് എങ്ങനെ പറയാൻ നോക്ക്? ഏതുവരെ ഭാഷയ്ക്ക് ശക്തിയും പരപ്പും നിലനിൽപ്പും ഇല്ലാതാവുന്നുവോ അപ്പോൾ വരെ അത് ആരുടെ ഭാഷയാണോ, ആരാണോ ആ ഭാഷ ഉപയോഗിക്കുന്നത് അവർ ഒന്നിനും കൊല്ലാത്തവരും വികസിക്കാത്തവരും അപ്രശസ്തരുമായി തീരും എന്നാണ്. അപ്പോൾ വളർച്ചയില്ലാത്ത ഭാഷ സംസാരിക്കുന്ന ആളുകൾ ആ ഭാഷയെ പോലെ തന്നെ വളർച്ചയില്ലാത്തവരും അപരിഷ്കൃതരുമായി തീരും എന്നാണ് കവി പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാഷയെ വളർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട് എന്ന് കവി ഉറപ്പിച്ച് പറയുകയാണ്. ആ വരി ഒന്നുകൂടി ശ്രദ്ധിക്കുക. എപ്പോൾ വരേക്കുമില്ലേവർതൻ ഭാഷയ്ക്കു കെൽപ്പും പരപ്പും നടപ്പുമൊന്നും. അപ്പോൾ വരേക്കവരാവതില്ലാത്തവർ അപ്രഫുല്ലാശയർ അപ്രശസ്തർ. അപ്രഫുല്ലാശയർ എന്ന് പറഞ്ഞാൽ വികസനമില്ലാത്ത ആളുകൾ. പിന്നെ അപ്രശസ്തർ, പ്രശസ്തിയില്ലാത്തവർ, അറിയപ്പെടാത്തവർ. ഇനി അടുത്ത ഒരു ഖണ്ഡം പറയും നോക്കും. 6ാമത്തെ ഖണ്ഡത്തിൽ വിൺമൊഴിയാം മഹാറാണിയൻ ഭാഷയ്ക്ക് നെന്മ പുലർത്തുന്ന തോഴി പണ്ടേ. വിൺമൊഴിയാം മഹാറാണിയൻ ഭാഷയ്ക്ക് നെന്മ പുലർത്തുന്ന തോഴി പണ്ടേ. വിൺമൊഴിയാവുന്ന മഹാറാണി. വിൺമൊഴിയാവുന്ന മഹാറാണി എന്ന് പറയുമ്പം എന്താണ്? ആകാശഭാഷ അല്ലെങ്കിൽ ദേവഭാഷയായിട്ടുള്ള, സ്വർഗഭാഷയായിട്ടുള്ള സംസ്കൃതം. അതാണ് വിൺമൊഴിയായ മഹാറാണി. ഇവിടെ സംസ്കൃത ഭാഷയാണ്. ആ ദേവഭാഷയായ സംസ്കൃതം പണ്ട് മുതലേ എൻ്റെ ഭാഷയ്ക്ക് നന്മ വരണം എന്നാഗ്രഹിക്കുന്ന കൂട്ടുകാരിയാണ്. മലയാള ഭാഷയുടെ പിതാവായിട്ടാണ് നമ്മൾ സംസ്കൃതത്തെ കണക്കാക്കുന്നത്. ആ ദേവഭാഷയായ സംസ്കൃതം പണ്ട് മുതലേ എൻ്റെ ഭാഷയ്ക്ക് നന്മ വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന കൂട്ടുകാരിയാണ്. പോരെങ്കിൽ പിന്നെയോ വിൺമൊഴിയാം മഹാറാണിയൻ ഭാഷയ്ക്ക് നന്മ പുലർത്തുന്ന തോഴി പണ്ടേ. പോരെങ്കിൽ ദീപാന്തരങ്ങളിൽ നിന്നുമൊട്ടേറെ വിദ്യാധനം നേടിയോരായി എത്ര പേരില്ലിന്നു നന്മക്കൾ എന്നിട്ടു അത്ര ഭവതി ദരിദ്രയെന്നോ. അതാണ് എന്താണ്? പോരെങ്കിൽ മറ്റു ദേശങ്ങളിൽ നിന്ന് വിദ്യ നേടിയ എത്രയോ മലയാളികളുണ്ട് കേരളത്തിൻ്റെ മക്കളായിട്ട്. എന്നിട്ടും ഈ മലയാള ഭാഷ ദരിദ്ര എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ്. അപ്പോൾ ഭാഷ ഇന്ന് വികസനത്തിൻ്റെ പാതയിലാണ്. പ്രത്യേകിച്ച് മലയാള ഭാഷ. മലയാള ഭാഷയിൽ 60% വാക്കുകൾ അന്യഭാഷാ പദങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ മറ്റു ഭാഷകളുമായി കൂടിച്ചേരുന്നതിന്, ഇപ്പോൾ തമിഴിന് മറ്റു ഭാഷയുമായി കൂടിച്ചേരാൻ വളരെ വിരോധമുള്ള ഭാഷയാണ് തമിഴ്. തമിഴന്മാർ മറ്റു ഒരു ഭാഷയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ രീതി അങ്ങനെയല്ല. മലയാള ഭാഷ കേരളത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. ഹിന്ദി സിനിമയായാലും തമിഴ് സിനിമയായാലും തെലുങ്ക് സിനിമയായാലും ഒരു എബവ് ആവറേജ് വിജയം ഇവിടെ മലയാളികളുടെ അടുത്ത് ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ എല്ലാ ഭാഷയെയും ഒരുപോലെ സ്വീകരിക്കുന്നു, എല്ലാം ആസ്വദിക്കുന്നു, എല്ലാറ്റിനെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. മറ്റൊരു ഭാഷയ്ക്കും ഇല്ലാത്ത ഒരു ഗുണമാണ് നമ്മുടെ മലയാളത്തിൻ്റെ ഈ ഒരു പ്രത്യേക കഴിവ്. അതാണ് പോരെങ്കിൽ ദീപാന്തരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ദീപാന്തരങ്ങൾ മറ്റു ദേശങ്ങളിൽ നിന്ന് ഒട്ടേറെ വിദ്യാധനം നേടിയവരായി എത്ര പേരാണുള്ളത്. ആ അത്രയും നല്ല മക്കളുണ്ടായിട്ടും കേരളത്തിലെ ഭാഷയ്ക്ക് എങ്ങനെയാണ് ദരിദ്രമാണ്, കേരള ഭാഷ എങ്ങനെയാണ് ദരിദ്രയാണ് എന്ന് പറയുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. അടുത്ത ഭാഗം നോക്കുക. അന്യഭാഷാബ്ദിയിലാണ്ടാണ്ടു മുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേല പാഴിൽ മാൽവെട്ടതിൽ നിന്നു ബാർജിച്ച രത്നങ്ങൾ മാതാവിനായി സമർപ്പിക്കായിൽ
ചെല്ലക്കിടാങ്ങൾ തൻ സൽഗ്രന്ഥ ക്ഷുത്തിനെ തെല്ലു ശമിപ്പിപ്പാനാളല്ലാതെ അല്ലൽ പെടുന്ന കുചേല കുടുംബിനി അല്ലയോ നമ്മുടെ ഭാഷ ഇന്നും. എത്ര ലജ്ജാകരം എത്ര ദുഃഖപ്രദം പുത്രധർമ്മങ്ങൾ മറന്നിടായ്വിൻ മാതൃഭാഷയ്ക്കിഹ ദാഷ്യം നടത്താകിൽ ആധിപത്യത്തിനനർഹ നിങ്ങൾ. മാതൃഭാഷയ്ക്കിഹ ദാസ്യം നടത്താകിലാധിപത്യത്തിനനർഹ നിങ്ങൾ. ഭക്ത്യാ സ്വഭാഷതൻ കാൽക്കൽ കുനിയാകിലത്തല എങ്ങനെ പൊങ്ങി നിൽക്കും. ഭക്ത്യാ സ്വഭാഷതൻ കാൽക്കൽ കുനിയാകിൽ അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും. ബുദ്ധിമാന്മാരെ സ്വഭാഷത്തറവാട്ടിൽ സ്വത്തു വളർത്തുവാൻ യത്നം ചെയ്വിൻ. ആലസ്യത്തിനു നിവാവാമ്പു നൽകുവിൻ ഫാലത്തിനോലും വിയർപ്പിനാലേ. ആലസ്യത്തിനു നിവാവാമ്പു നൽകുവിൻ ഫാലത്തിനോലും വിയർപ്പിനാലേ. ഏറെ വാക്കെന്തിനി നാളെ മുതൽക്കിനി കൈരളി തൻ്റെ ഗൃഹാങ്കണത്തിൽ. പാണ്ഡിത്യഭിക്ഷയ്ക്കായി വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ. കേടറ്റൊരൗദാര്യശീലത്തിലെന്നെ കേളി കേട്ടിട്ടുള്ളവർ കേരളീയർ. കേടറ്റൊരൗദാര്യശീലത്തിലെന്നേ കേളി കേട്ടുള്ളവർ കേരളീയർ. ഇത്രയുമാണ് കവിത ഉള്ളത്. നമുക്ക് ഒരു അവസാന ഭാഗം കൂടി നോക്കിക്കളയാം. അപ്പോൾ അന്യഭാഷാബ്ദിയിൽ ആണ്ടാണ്ടു മുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേല പാഴായി പോകുന്നു എന്നാണ്. അന്യഭാഷാബ്ദിയിൽ അന്യഭാഷയിലെ ഭാഷയാവുന്ന സമുദ്രത്തിൽ ആണ്ടാണ്ട് മുങ്ങിപ്പോകുന്ന നിങ്ങൾ ധന്യരാണെങ്കിലും നിങ്ങളുടെ അറിവുകൾ അത്രയും മാതൃഭാഷയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ പാഴായി പോകും എന്നാണ് പറയുന്നത്. ഏത് ഭാഷ പഠിച്ചാലും അത് മാതൃഭാഷയുടെ കൂടെ പഠിക്കണം എന്നാണ് കവി അർത്ഥം വയ്ക്കുന്നത്. അന്യഭാഷയാവുന്ന സമുദ്രത്തിൻ്റെ ആണ്ടുമുങ്ങിയ നിങ്ങൾ ഭാഷ പഠിക്കുന്നത് കൊണ്ട് ധന്യരാണെങ്കിൽ കൂടിയിട്ട് മലയാള ഭാഷയുടെ അന്യത്വം കൊണ്ട് നിങ്ങളുടെ അറിവ് എന്താണ് പാഴായി പോകും എന്ന് കവി ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ അന്യഭാഷയിലെ അറിവിൽ ആണ്ടുമുങ്ങിയ ധന്യരാണെങ്കിലും നിങ്ങളുടെ അറിവുകൾ അത്രയും പാഴ്വേലയായിത്തീരുമെന്ന് കവി വിദേശ ഭാഷ മാത്രം പഠനം നടത്തിയവരോട് പറയുകയാണ്. പിന്നെ അടുത്ത വരി നോക്കൂ നിങ്ങൾ. മാൽബെട്ടതിൽ നിന്നുപാർജിച്ച രത്നങ്ങൾ മാതാവിനായി സമർപ്പിക്കായിൽ. എങ്ങനെയാണ് നിങ്ങളുടെ വേല പാഴായി പോകുന്നത്? നിങ്ങൾ അന്യഭാഷ പഠിച്ചിട്ട് അതിൽ നിന്ന് ഉപാർജിച്ച അറിവുകൾ, അതിൽ നിന്ന് നിങ്ങൾ നേടിയെടുത്ത അറിവുകൾ അമ്മയാവുന്ന ഭാഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അറിവ് പാഴായി പോവും എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം. എന്താണ്? ധന്യരെ നിങ്ങൾ തൻ വേല പാഴിൽ. എപ്പോൾ? അന്യഭാഷയിൽ നിന്ന് അറിവ് നേടിയിട്ട് അതിൽ നിന്ന് നിങ്ങൾ ആർജിച്ചെടുത്ത രത്നങ്ങൾ മാതൃഭാഷയ്ക്ക് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വേല പാഴായി പോകും, നിങ്ങളുടെ പ്രവൃത്തി പാഴായി പോകും എന്ന് കവി പറയുന്നു. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഭാഷകളുടെ സാന്നിധ്യം മൂലം, മറ്റു ഭാഷകളിലെ അറിവുകൾ ഉപാർജിച്ചത് മൂലം, അറിവുകൾ നേടിയെടുക്കുന്നത് മൂലം ഉണ്ടാവുന്ന നേട്ടങ്ങൾ സ്വന്തം ഭാഷയിലേക്കാണ് ഉണ്ടാക്കേണ്ടത് എന്നാണ് കവി പറയുന്നത്. നോക്കൂ. ചെല്ലക്കിടാങ്ങൾ തൻ സൽഗ്രന്ഥക്ഷുത്തിനെ തെല്ലു ശമിപ്പിപ്പാനാളല്ലാതെ അല്ലൽ പെടുന്ന കുചേല കുടുംബിനി അല്ലയോ നമ്മുടെ ഭാഷ ഇന്നും. എന്താ പറയുന്നത്? അല്ലൽ പെടുന്ന കുചേല കുടുംബിനി അല്ലയോ നമ്മുടെ ഭാഷ ഇന്നും. അല്ലൽ പെടുന്ന കുചേല കുടുംബിനി. ഇതൊന്ന് അടിവരേണ്ട വരിയാണേ. അല്ലൽ പെടുക ദുഃഖിക്കുന്ന, കഷ്ടപ്പെടുന്ന. കുചേല കുടുംബിനി കുചേലൻ്റെ പത്നി ആയിട്ടാണ് ഭാഷയെ അദ്ദേഹം കണക്കാക്കുന്നത്. തൻ്റെ മക്കളുടെ വിശപ്പിനെ ശമിപ്പിക്കാൻ മറ്റു വഴിയൊന്നുമില്ലാതെ അടുത്ത വീടുകളിൽ നിന്ന്
യാചിച്ച് കൊണ്ടുവന്ന നെല്ല്, കല്ലും മുള്ളും നിറഞ്ഞ നെല്ല് കുത്തി അവലാക്കി ആ അവലുമായിട്ട് തൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി തിരിക്കുന്ന കുചേലൻ്റെ കഥ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അപ്പോൾ കുചേലൻ്റെ പത്നിയാണ് ഇവിടെ കുചേല കുടുംബിനി എന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചത്. കുചേല പത്നി തൻ്റെ മക്കൾക്ക്, അദ്ദേഹം തികഞ്ഞ ഭക്തനായിരുന്നു, പക്ഷെ ഭക്തി കൊണ്ട് വയറ് നിറയില്ലല്ലോ. അങ്ങനെ മറ്റു വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണം യാചിച്ചു കൊണ്ടുവന്നിട്ടായിരുന്നു തൻ്റെ 5 or 6 മക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് വന്നപ്പോഴാണ് നിങ്ങളുടെ സുഹൃത്താണല്ലോ ദ്വാരകയിലെ ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് കാണിക്കയായിട്ട്, അദ്ദേഹത്തിന് സമർപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോകണം. അപ്പോഴാണ് ശ്രീകൃഷ്ണന് ആദ്യമേ അവല് ഇഷ്ടമായിരുന്നു എന്ന് വിചാരിച്ച അവല് ആണെങ്കിൽ അവിടെ ഇല്ല. ആ അവല് അടുത്ത വീടുകളിലൊക്കെ പോയിട്ട് അവല് നെല്ല് സംഘടിപ്പിച്ച് അത് കുത്തി അവലാക്കിയിട്ട് അതുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ കുചേലൻ്റെ കുടുംബം പിന്നീട് ഐശ്വര്യം വന്നു എന്നുള്ളതാണ് കഥ. അപ്പോൾ ആ തൻ്റെ മക്കളെ വിശപ്പടക്കാൻ കഴിയാതെ കുചേല കുടുംബിനിയോടെയാണ് മലയാള ഭാഷയെ സമർപ്പിച്ചിരിക്കുന്നത്, സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കേരള ജനതയുടെ നല്ല ഗ്രന്ഥങ്ങൾക്കും അറിവുകൾക്കുമായുള്ള വിശപ്പിനെ ശമിപ്പിക്കാൻ കഴിയാത്ത അമ്മ കുചേല കുടുംബിനിയെ പോലെ, കുചേല പത്നിയെ പോലെ ദരിദ്രയായി നിലകൊണ്ടുപോകും. എങ്ങനെയാണെങ്കിൽ സ്വന്തം മക്കള് സ്വന്തം ഭാഷയെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മലയാള ഭാഷ എന്തായി മാറിപ്പോകും? ഒരു കുചേല പത്നിയെ പോലെ ദരിദ്രയായി മാറിപ്പോകും. ഭാഷാപരമായ ശേഷിയില്ലാതെ, ക്രിയേറ്റീവായിട്ട് എഴുത്തുകളില്ലാതെ എന്തു ചെയ്യും? ദരിദ്രയായി പോകും എന്ന് കവി ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും അന്യഭാഷയിൽ നിന്ന് നേടിയ അറിവുകളാവട്ടെ സ്വന്തം ഭാഷയെ വളർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് മെനക്കെടേണ്ടത് അല്ലെങ്കിൽ ശ്രമിക്കേണ്ടത് എന്ന് കവി പറയുന്നത്. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. എത്ര ലജ്ജാകരം എത്ര ദുഃഖപ്രദം പുത്രധർമ്മങ്ങൾ മറന്നിടായിൻ. എത്ര ലജ്ജാകരം, മാതൃഭാഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ലജ്ജാകരവും ദുഃഖകരവുമാണെന്ന് മക്കളെ ഓർമ്മിപ്പിക്കുകയാണ് കവി. നിങ്ങൾ പുത്രധർമ്മങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ഭാഷയെ വികസിപ്പിക്കേണ്ടതും നമ്മുടെ ഭാഷയെ വളർത്തിക്കൊണ്ട് വരേണ്ടതും പുത്രന്മാർ എന്ന നിലയ്ക്ക് നമ്മുടെ കർത്തവ്യമാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ അത് ലജ്ജാകരവും ദുഃഖപ്രദവുമാണ് എന്നും കവി പറയുന്നു. എത്ര ലജ്ജാകരം എത്ര ദുഃഖപ്രദം പുത്രധർമ്മങ്ങൾ മറന്നിടായിൻ. മാതൃഭാഷയ്ക്കിഹ ദാസ്യം നടത്താകിലാധിപത്യത്തിനനർഹ നിങ്ങൾ. മാതൃഭാഷയ്ക്ക് വേണ്ടി ദാസ്യം ചെയ്യുക, മാതൃഭാഷയുടെ ജോലികൾ നിർവഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അധികാരത്തിന് അർഹനാവുക? നിങ്ങൾക്ക് എങ്ങനെയാണ് ആധിപത്യത്തിന് അർഹനാവുക? നിങ്ങളുടെ ദാസ്യം ആർക്ക് വേണ്ടിയായിരിക്കണം? മാതൃഭാഷയ്ക്ക് വേണ്ടിയായിരിക്കണം. മാതൃഭാഷയ്ക്കിഹ ദാസ്യം നടത്തായിൽ ആധിപത്യത്തിനനർഹർ നിങ്ങൾ. ഭക്ത്യാ സ്വഭാഷതൻ കാൽക്കൽ കുനിയാകിൽ അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും. ഭക്തിയോടുകൂടി സ്വന്തം ഭാഷയുടെ കാൽക്കൽ തലകുനിക്കുന്നില്ലെങ്കിൽ, ഭക്തിയോടുകൂടി ഒരുവന്റെ ശിരസ് സ്വന്തം ഭാഷയുടെ കാൽക്കൽ തലകുനിക്കുന്നില്ലെങ്കിൽ ആ തല എങ്ങനെയാണ് നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാനാവുക? ആ തല എങ്ങനെ പൊങ്ങി നിൽക്കും? ഭക്ത്യ സ്വഭാഷതൻ കാൽക്കൽ കുനിയാകിൽ അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും. അതാണ് കവി ചോദിക്കുന്നത്. സ്വന്തം ഭാഷയുടെ മുമ്പിലെങ്കിലും ഭക്തിയോടുകൂടി ശിരസ് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ ശിരസ് പൊക്കിപ്പിടിക്കാൻ കഴിയുക എന്നാണ്. അതുകൊണ്ട് കവി വിളിക്കുന്നു, ബുദ്ധിമാന്മാരെ സ്വഭാഷത്തറവാട്ടിൻ സ്വത്തു വളർത്തുവാൻ യത്നം ചെയ്വിൻ. അർത്ഥം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള മക്കളെ സ്വന്തം ഭാഷയുടെ തറവാട്ടില് സ്വത്ത് വളർത്താൻ വേണ്ടിയിട്ട്, നല്ല നല്ല ക്രിയേറ്റീവായിട്ടുള്ള കൃതികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യത്നം ചെയ്യുക, നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ്. അതിനാൽ ബുദ്ധിമാന്മാരായിട്ടുള്ളവരെ നിങ്ങൾ സ്വന്തം ഭാഷയാവുന്ന തറവാടിൻ്റെ സ്വത്ത് ഉയർത്തുന്നതിനായി യത്നിക്കുക, പ്രയത്നിക്കുക.
നിങ്ങളുടെ അലസതയ്ക്ക് ഉദകജലം നിങ്ങളുടെ നെറ്റിത്തടത്തിൽ വിയർപ്പിനാൽ തന്നെ നൽകുക. ഉദകജലം എന്ന് പറഞ്ഞാൽ ഉദക ജലപാനം എന്ന് പറയില്ലേ, അവസാനം കൊടുക്കുന്ന ജലം. അപ്പോൾ നിങ്ങളുടെ അലസതയ്ക്ക്, ആ ആലസ്യം മടി, നിങ്ങളുടെ അലസതയ്ക്ക് നിവാപാമ്പു നൽകുവിൻ. നിവാപാമ്പു ഉദകജലം നൽകുവിൻ. ഫാലത്തിലെ വിയർപ്പ് തുള്ളിനാൽ തന്നെ കൊടുക്കുക. അധ്വാനത്തിൻ്റെ, അതായത് ഭാഷയെ വളർത്താൻ വേണ്ടി നിങ്ങൾ എത്രമാത്രം അധ്വാനിക്കുന്നോ ആ അധ്വാനമാണ് മാതൃഭാഷയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ധനം എന്ന കവി ഉറപ്പിച്ച് പറയുന്നു. ഏറെ വാക്കെന്തിനി, കവി അവസാനിക്കുന്നു. 9ാം ഖണ്ഡത്തിൽ കവിത അവസാനിപ്പിക്കുകയാണ്. ഏറെ വാക്കെന്തിനി നാളെ മുതൽക്കിനി കൈരളി തൻ്റെ ഗൃഹാങ്കണത്തിൽ. എന്തിനാണ് ഏറെ പറയുന്നത്? നാളെ മുതൽ കൈരളി മലയാള ഭാഷയുടെ ഗൃഹാങ്കണത്തിൽ, വീടിൻ്റെ മുറ്റത്തിൽ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വരുന്ന ആളുകൾ അവരുടെ ഭാണ്ഡം നിറച്ച് തന്നെ പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് കവി പറയുന്നത്. നാളെ മലയാള ഭാഷയിൽ ഗവേഷണം നടത്താനും മലയാള ഭാഷയെക്കുറിച്ച് പഠനം നടത്താനൊക്കെ വരുന്ന ആളുകൾ എന്തായാലും നിരാശരായി പോവാൻ സാധ്യതയില്ല എന്നാണ് കവി പറയുന്നത്. കാരണം എന്താണ്? കേടറ്റ ഔദാര്യശീലത്തിൽ എന്നേ കേളി കേട്ടിട്ടുള്ളവർ കേരളീയർ. കാരണം നമുക്കെന്നും കൊടുത്തു മാത്രമാണ് ശീലം എന്നാണ്. ആതിഥേയത്വം നമ്മൾ എന്നോ പരിചയിച്ച ഒരു സ്വത്താണ്, മലയാളത്തിൻ്റെ ഇതാണ്. നമ്മൾ അതിഥികളെ ഒരിക്കലും നമ്മൾ എന്താക്കില്ല, നിരാശരാക്കി തിരിച്ചു വിടുകയില്ല എന്നാണ്. കേടില്ലാത്ത ഔദാര്യശീലത്തിന് പണ്ട് നിൽക്കെ കീർത്തി കേട്ട ദേശമാണല്ലോ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് കവി ഈ കവിത അവസാനിപ്പിക്കുന്നത്. നോക്കുക, എന്താണ്? ഏറെ വാക്കെന്തിനി നാളെ മുതൽക്കിനി കൈരളി തൻ്റെ ഗൃഹാങ്കണത്തിൽ. അങ്കണം മുറ്റമാണ്. പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ. പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വരിക, അറിവ് ദാനമായി സ്വീകരിക്കാനായിട്ട് വരുന്ന ആളുകൾ അവരുടെ ഭാണ്ഡം നിറച്ച് തിരിച്ചു പോകൂ എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, ഭാഷ അത്രയും സമ്പന്നമായി തീരുമെന്ന് കവി വിശ്വസിക്കുന്നു. കേടറ്റ ഒരൗദാര്യശീലത്തിലെന്നേ കേളി കേട്ടുള്ളവർ കേരളീയർ. ആർക്കും കുറ്റം പറയാനാവാത്ത ഔദാര്യശീലത്തിൽ എന്നോ പേര് കേട്ടവരാണ് മലയാളികൾ എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് കവിത അവസാനിക്കുന്നത്. ഏതായാലും പിന്നീട് മലയാള ഭാഷ വള്ളത്തോളിൻ്റെയും മറ്റ് കവികളുടെയും സാഹിത്യകാരന്മാരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്, നന്മ നിറഞ്ഞ മക്കളുടെ പ്രവർത്തന ഫലമായിട്ട് മലയാള ഭാഷ അതിൻ്റെ വളർച്ചയുടെ പടവുകൾ കയറി ഇന്ന് ലോകത്തെ ഏത് ഭാഷയോടും കിടനിൽക്കുന്ന ഭാഷയായി മാറിയിട്ടുണ്ടെങ്കിൽ അതാണ് മലയാളത്തിൻ്റെ നേട്ടമെന്ന് മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത് കേൾക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.